ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. സുപ്രഭാതം. 1515 ദിവസമായ ഇന്ന് 2025 ജൂലൈ മാസം 8 തീയതി ചൊവ്വാഴ്ച. 1200 ആണ്ട് മിഥുനമാസം 24 തീയതി. ഗുരുവചനങ്ങളിലൂടെ എല്ലാവർക്കും ഹിതവും സത്യമായതും സമഭാവനയോടുകൂടിയതാണ് വാക്കെങ്കിൽ അത് ശുദ്ധമായ വാക്കായിരിക്കും. ശ്രീനാരായണ ഗുരുദേവൻ. ശ്രീ നടരാജ ഗുരു എഴുതിയ ഗുരുവരുൾ എന്ന പുസ്തകത്തിൽ അദ്വൈത വേദാന്തത്തിലെ യോഗയുക്തി എന്ന് വിവരിക്കുന്നതിൻ്റെ 30-ാം ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. അപരൻ്റെ പ്രിയത്തെ തൻ്റെ പ്രിയത്തിൽ നിന്ന് അന്യമായി കാണാത്ത തരത്തിലുള്ള തുറസായ മാനുഷിക മൂല്യങ്ങളെ വീണ്ടും വെളിച്ചത്ത് കൊണ്ടുവന്ന് ഓരോരുത്തരുടെയും നന്മയ്ക്കും പൊതുനന്മയ്ക്കും പ്രയോജനപ്പെടുത്തിയേ മതിയാവൂ. ഇതിൻ്റെ സാധ്യതയിരിക്കുന്നത് അനാദികാലം മുതൽ ജഗത് ഗുരുക്കന്മാർ ഉപദേശിച്ചു തന്നിട്ടുള്ള ജ്ഞാനത്തിൻ്റെ യോഗരഹസ്യം വീണ്ടും കണ്ടെത്തി പ്രയോഗതലത്തിൽ കൊണ്ടുവരുന്നതിനാലാണ്. എന്നാൽ ഈ യോഗരഹസ്യം വീണ്ടും വീണ്ടും മറവിയുടെ മറയിൽ പെട്ടുപോകുന്ന പ്രവണതയാണ് കണ്ടുവരുന്നത്. ധ്യാനനിഷ്ഠമായ ജ്ഞാനത്തിൻ്റെ പശയില്ലെങ്കിൽ മാനവ ജീവിതമാകെ തമ്മിലൊട്ടാതെ ഛിന്ന ഭിന്നമായി പോകും. മനുഷ്യരാശിക്ക് മുഴുവൻ ആശ്വാസമേകുന്നതിനും ശക്തി പകരുന്നതിനുമായി യുഗങ്ങൾ തോറും ഗുരുക്കന്മാർ വെളിവാക്കി തന്നുകൊണ്ടിരിക്കുന്ന അമൂല്യമായ ഈ ജ്ഞാനത്തിൻ്റെ പ്രകാശമില്ലെങ്കിൽ ആനന്ദമെന്നത് അവ്യക്തതയുടെ ഇരുട്ടറയിൽ മറഞ്ഞു പോകും. ഇത്തരമൊരു നിധി വളരെ പണിപ്പെട്ടിട്ടായാലും കണ്ടെത്തക്കവണ്ണം വിലയുള്ളതാണെന്നുണ്ടെങ്കിൽ മനുഷ്യൻ്റെ പ്രശ്നങ്ങളെ ധ്യാനാത്മകമായ മനനത്തിൻ്റെ സഹായം കൊണ്ട് പരിഹരിക്കാനുള്ള മാർഗം കൂടുതൽ കൂടുതൽ വികസിപ്പിച്ചെടുക്കുക തന്നെ വേണം. ഏവർക്കും നന്മ നിറഞ്ഞൊരു സുദിനമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം ജയിക്കട്ടെ. ശബ്ദം നൽകിയത് സുജീഷ് മഹേഷ്.